വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ രാവിലത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോവാണ്. അന്ന് പോയപ്പോൾ പെഡിക്യൂറും മാനിക്യൂറും അതുപോലെ പിന്നെ സ്പായുമാണ് ചെയ്തത്. ഇന്ന് ഫേഷ്യലും ത്രെഡും ചെയ്യണം. അപ്പൊ നമുക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോവാം. എല്ലാരും വായും. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ബ്യൂട്ടി പാർലർ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ പോകുന്നത്. നമ്മൾ മന്ത്ലി വൺസ് ഒരു ഫേഷ്യൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് ഡീപ്പ് ക്ലെൻസിങ്ങിന് സഹായിക്കും. സ്കിന്നിലുള്ള ഡേർട്ടും ഓയിലും ടോക്സിൻസും ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ. ഫേഷ്യലും ത്രെഡും ഒക്കെ ചെയ്ത് ഞാൻ നേരെ വീട്ടിലെത്തി. കയറട്ടെ. ബൈ ബൈ. നമ്മുടെ തട്ടകത്തിലേക്ക് കയറാം. നമുക്ക് 1 മണിയുടെ ക്ലാസ് തുടങ്ങാൻ സമയമായിരിക്കുന്നു. ഗൈസ് സിറ്റ് ഡൗൺ എവരിവൺ. യെസ്, അപ്പോ എല്ലാരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പേരില് അച്ഛൻ 20 lakhs രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു രൂപയോ? ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞിട്ടപ്പോ ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് അച്ഛൻ നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഇൻവെസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ 1 PM ക്ലാസ് കഴിഞ്ഞു. നമ്മളിപ്പോ പോകുന്നത് വർക്കല പാവനാശം ബീച്ചിലോട്ടാണ്. പാവനാശം ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്നൊരു സ്ഥലമാണ്. ഉച്ചക്കത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ലഞ്ച് കഴിച്ചു, നേരെ ഞങ്ങൾ ഇറങ്ങി വർക്കലയിലേക്ക്. നമ്മുടെ ഒരു ഹോം സ്റ്റേയുടെ പണി നടക്കുന്ന കാര്യം ടീച്ചറമ്മ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഏരിയ മൊത്തം ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇവിടെ നിന്നും റൈറ്റിലേക്ക് പോയാൽ വർക്കല ക്ലിഫിലേക്ക് പോവാം, ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മൾ പാപനാശം ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് എത്തും. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. നമുക്ക് പാപനാശം ബീച്ചിലേക്ക് പോവാം കേട്ടോ. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തെ ദക്ഷിണ കാശി അല്ലെങ്കിൽ ബനാറസ് ഓഫ് ദ സൗത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ വളവ് വളഞ്ഞ് നേരെ ചെല്ലുമ്പോൾ ഇടത് സൈഡിൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് പാപനാശം ബീച്ച്. ഇവിടുത്തെ അമ്പലക്കുളമാണ് കേട്ടോ ഇത്. നല്ല വൈബുള്ള അമ്പലക്കുളമാണിത്. ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വണ്ടി ഒതുക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടില്ല, അത്രയ്ക്ക് തിരക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കണ്ടോ, മഴവില്ലിൻ്റെ നിറമാണ് ഇവിടുത്തെ പടികൾക്ക്. വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും ഗ്രീനും ഓറഞ്ചും റെഡും ഒക്കെയായിട്ട് വിബ്ജിയോറിൻ്റെ മാതൃകയിലാണ് ഈ പടികൾക്ക് നിറം കൊടുത്തിട്ടുള്ളത്. ഇന്ന് കണ്ണനും അമ്പലവും വന്നിട്ടില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുമ്പോഴേക്കും അവർ പറയും, അച്ഛനും അമ്മയും പോയിട്ട് വായോ, ഞങ്ങൾ വരുന്നില്ല എന്ന് പറയും. അമ്പലക്കുളം കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും പ്രകൃതിയോടിണങ്ങിയുള്ള സ്ഥലങ്ങളിലും അതുപോലെ അമ്പലത്തിലൊക്കെ പോകുന്നത് വലിയ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ പാപനാശം ബീച്ചിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ബീച്ച് എത്താറാകുമ്പോൾ വലത് സൈഡിൽ ഒരുപാട് കടകൾ നമുക്ക് കാണാം. വിദേശീയർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്റ്റൈലിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും അതുപോലെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. വിദേശികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള ഓർണമെൻറ്റ്സ് വിൽക്കുന്ന കടകളൊക്കെ ഇവിടുത്തെ ഒരു കാഴ്ചയാണ്. ബീച്ചിലൂടെ കപ്പലണ്ടിയും കുറിച്ച് നടക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന പാടെ കപ്പലണ്ടി ഓർഡർ ചെയ്തു, കപ്പലണ്ടി മേടിച്ചു. വൈകുന്നേരമുള്ള ബീച്ചിൻ്റെ കാഴ്ച അമേസിങ് ആണല്ലേ. ഞങ്ങൾ ഓരോ പ്രാവശ്യം ബീച്ചിൽ വരുമ്പോഴും ബീച്ചിന് ഓരോ ഭംഗിയാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇനി ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കുമ്പോൾ ഇതായിരിക്കില്ല ബീച്ചിൻ്റെ ഭംഗി. ചില സമയത്ത് കടൽ ഒരുപാട് ഉള്ളിലേക്ക് വരഞ്ഞ രീതിയിലായിരിക്കും. ഇത്തവണ കുഴപ്പമില്ല, ഒരു ഓക്കെ സിറ്റുവേഷനാണ്. ചില സമയത്ത് ഒരുപാട് കര കയറിയ ആ രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. സംസ്കൃതത്തിൽ പാപനാശം എന്ന വാക്കിൻ്റെ അർത്ഥം പാപങ്ങൾ കഴുകിക്കളയുക എന്നുള്ളതാണ്. പാപനാശം ബീച്ചിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പാപങ്ങൾ ക്ലെൻസ് ആകുമെന്നും അതുപോലെ സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ ലഭിക്കും എന്നുള്ളതുമാണ് വിശ്വാസം. പാപനാശം ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പിതൃതർപ്പണം. അതായത് ഗയയിലും രാമേശ്വരത്തും ഒക്കെ ആളുകൾ പോയിട്ട് പിതൃതർപ്പണം നടത്താറില്ലേ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി. ആ ചടങ്ങുകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്.
കടലിനോട് ചേർന്ന് ക്ലിഫുള്ള ഇന്ത്യയിലെ വളരെ അപൂർവം ബീച്ചുകളിലൊന്നാണ് പാപനാശം ബീച്ച്. പിതൃബലി ഇടുവാനായി കർക്കിടവാവിനും അതുപോലെ തന്നെ ദിനംപ്രതി എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാർ അവിടെ ഒത്തുചേരുന്ന സ്ഥലമാണ് വർക്കല. തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് വാട്ടർ ബൈക്ക്. വാട്ടർ ബൈക്കിൽ നമുക്ക് തിരമാലകൾക്ക് മുകളിലൂടെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾ വാട്ടർ ബൈക്ക് ജേണി ലൈഫിൽ എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? ഞാനിതുവരെ ആസ്വദിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ ആ എക്സ്പീരിയൻസ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആളുകൾക്കൊപ്പം സഹകരിക്കണം എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കി വെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ബലിതർപ്പണത്തിനായിട്ട് എത്തിയിട്ടുള്ള ഒരു ഫാമിലിയെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ ബ്രെയിനിനെ നെഗറ്റീവായിട്ട് റീവയർ ചെയ്യും. അവർക്ക് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോകണം എന്ന് കരുതി ജീവിക്കുന്നവരായിരിക്കും അവർ. നമ്മളും അവരെ പോലെ അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവരെ പോലെ ആയിത്തീരും. നമുക്കങ്ങനെയല്ലല്ലോ. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ആൾക്കാരുമായിട്ട്, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന, സമാധാനം തരുന്ന നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് പാരാഗ്ലൈഡിങ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ വെക്കേഷൻ കാലമാണ് വരുന്നത്. നിങ്ങൾ മക്കൾക്കൊപ്പം നല്ല ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യൂ കേട്ടോ. എപ്പോഴും വീട്ടിനകത്ത് അടച്ചുമൂടിയിരിക്കാതെ നമുക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ടീച്ചർമ്മ എപ്പോഴും പറയാറില്ലേ, ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോഴും ഒരു യാത്ര ചെയ്ത് കഴിയുമ്പോഴും നമ്മളൊരു പുതിയ വ്യക്തിയായി മാറുമെന്ന്. ഞങ്ങൾ വെക്കേഷൻ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിലെ ടീച്ചർമ്മ ഉടനെ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാറിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് അവിടെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും കേട്ടോ. ബീച്ചിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് കയറിയപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം കട കണ്ടു. അങ്ങനെ ഞാൻ മിക്സ് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. മിക്സ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ എല്ലാ ഫ്ലേവറും കൂടെ അവർ മിക്സ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇഷ്ടമാണോ മിക്സ് ഐസ്ക്രീം എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് മേടിക്കുന്നത്. അപ്പോൾ എല്ലാ ഐസ്ക്രീമിൻ്റെയും ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. പലരും പറയാറുണ്ട്, ടീച്ചറമ്മയുടെ ഓരോ വീഡിയോസും ഞങ്ങൾക്ക് ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് ആസ്വദിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ തരുന്നുണ്ട് എന്ന്. ബിസിനസ് ആവശ്യത്തിനായിട്ട് 1-2 പേരെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. ബീച്ചിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഒരു കൈനോട്ടക്കാരൻ ഇരിക്കുന്നു. ചുറ്റും കുറേ പേരിരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ നോക്കി അവരോട് ഫലം പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈയില്ലാത്തവനും ഭാവിയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് മറ്റാരുമല്ല എന്നുള്ള സത്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ലൈഫ്. ലെവൽ ക്രോസിനടുത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ട്രെയിൻ കടന്നു പോകുന്ന കാഴ്ച. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഞാൻ ആ കാഴ്ച അങ്ങനെ കണ്ടിരുന്നു. എപ്പോഴും ക്ലാസ് ഫുൾ ടൈം ക്ലാസ് അല്ലേ? ഏകദേശം ഓൾമോസ്റ്റ് ക്ലാസ്സിലായിരിക്കും. അപ്പോൾ അതിൻ്റെതായ ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഫുൾ ടൈം ഹാപ്പിനെസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹായ്, ഞാനിപ്പോൾ ഒരു റിസർച്ച് വർക്കിലാണ്. രാവിലത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പലരും വിചാരിക്കും ഫുൾ ഡേ ക്ലാസ്സിലാണ്. ക്ലാസ് ഉണ്ട്, അത് കൂടാതെ തന്നെ റിസർച്ച് ചെയ്യും, ഒരുപാട് വായിക്കും, ഒരുപാട് കണ്ടന്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പ്ലാറ്റിനം ക്ലാസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് കണ്ടന്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ റിസർച്ച് വർക്കിലായിരിക്കും മിക്കവാറും ഉള്ള സമയം. അപ്പം ആ സമയത്തൊക്കെ ഞാനിങ്ങനെ റിസർച്ച്, ഇപ്പം കുറേ നേരമായിട്ട് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എനർജി വരുത്തണം. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇഷ്ടമുള്ള ഒരു ഹൈ വൈബ്രേഷൻ പാട്ടിട്ട് പൂരം ഡാൻസ് ചെയ്യും ഡിയേഴ്സ്. എൻ്റെ ഹാപ്പിനെസ് നിലനിർത്താൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. ഒരു ദിവസം എത്ര തവണ ഡാൻസ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ എനർജീനെ ഹൈ ആക്കി നിർത്താനായിട്ട് എപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർമ്മ ചിരിച്ച് റബ്ബർ ബന്ധു പോലെ ഇങ്ങനെ കുതിച്ച് നിൽക്കുന്നത് കാണാറില്ലേ? അതിൻ്റെ ഒരു സീക്രട്ട് ഡാൻസിങ് ആണ് കേട്ടോ. ഇനി ഒരുപാട് സീക്രട്സ് ഉണ്ട്, അതൊക്കെ ഓരോ വ്ളോഗിലൂടെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കാം.
എന്താണ് പണി? ഫ്രീ ക്ലാസിന്റെ പോസ്റ്റ്. വാ, ടീച്ചർമ്മയുടെ പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹമാണ് കേട്ടോ. എനിക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിലും എന്നെ സഹായിക്കാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ എല്ലാ മാസവും സാലറി കൊടുക്കുന്ന എൻ്റെ ഒരു സ്റ്റാഫ് കൂടിയാണ്. ഇങ്ങോട്ട് നോക്കൂ, BBA പഠിക്കുമ്പോൾ തന്നെ ഏൺ ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് തോന്നുന്നത്? അഭിമാനം തോന്നാറുണ്ടോ? ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് എവരി വൺ. ടാറ്റാ ബൈ ബൈ, ലവ് യു.